വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. കാരണം മികച്ച വരുമാന മാർഗം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്ക് പറ്റുന്ന ഉത്തമ വരുമാന മാർഗമാണ്. അതോടൊപ്പം തന്നെ കുറച്ചധികം ക്ഷമയും ആത്മാർത്ഥതയൊക്കെ വേണം കേട്ടോ. മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ കോഴി വളർത്തലിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. കോഴി വളർത്തൽ നമുക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മുന്നേ പറഞ്ഞ ക്ഷമയും സിൻസിയാരിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ചധികം സമയം ഇതിനു വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഒരു ജോലിയുള്ള ആൾക്കാർക്ക് കോഴി വളർത്തൽ, അതായത് ഒരുപാട് കോഴി വളർത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന മാർഗം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതിന് നല്ല രീതിക്ക് കെയറും ഫുഡും ഒക്കെ കൊടുക്കണം. അല്ലാത്ത പക്ഷം കോഴികൾക്ക് അസുഖം പിടിപെടാനും ചത്തുപോകാനൊക്കെ ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് സ്ഥലമുള്ള ആർക്കും വളരെ എളുപ്പത്തിൽ ഒരുപാട് ക്യാഷ് മുടക്കില്ലാണ്ട് നല്ല വരുമാന മാർഗം ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മാർഗം കൂടെയാണ് കോഴി വളർത്തൽ. കോഴികളുടെ കൂട് പണിയുമ്പോൾ അത്യാവശ്യം അവർക്ക് നടക്കാനും കൊത്തിപ്പിറക്കി കഴിക്കാനുള്ള വിസ്തീർണം, അതായത് സ്പേസ് ഉള്ള രീതിക്ക് പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ട് ഒരുപാട് കോഴീനെ വളർത്തിയാൽ അതും കോഴിക്ക് അസുഖം പിടിപെടാനും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതോടൊപ്പം തന്നെ കോഴിക്കൂട് നല്ല രീതിക്ക് വൃത്തിയോടുകൂടി സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അത് കോഴികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും ബുദ്ധിമുട്ടാണ്. സ്മെല്ലും കാര്യങ്ങളും നമ്മുടെ അയൽവക്കത്തും അയൽവാസികളൊക്കെ സഹിച്ചു കൊള്ളണം എന്നില്ല. സോ എപ്പോഴും ക്ലീൻ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വൃത്തിയുടെ കാര്യങ്ങൾ വിട്ടുപോകരുത്. നല്ല രീതിക്ക് വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് നല്ല രീതിക്ക് ക്ഷമ വേണമെന്ന്. കോഴികളെ കൂട്ടിലിട്ട് മാത്രം വളർത്താണ്ട് അവരെ തുറന്നു വിടുന്നതും നല്ലതാണ്. കാരണം അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ്, അതായത് പുഴുക്കളും ചെറിയ ചെറിയ പ്രാണികളും അവർ തനിയെ കൊത്തി കഴിക്കുമല്ലോ. ഇവിടെ നമുക്ക് ധാരാളം പല ഇനത്തിൽപ്പെട്ട കോഴികളെ കാണാൻ സാധിക്കും. എനിക്ക് കോഴികളുടെ കാറ്റഗറി പറഞ്ഞ് ഡിഫൈൻ ചെയ്ത് പറയാനൊന്നും അറിയില്ല കേട്ടോ. ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന കോഴി ഫാം എൻ്റെ വീടിനടുത്തുള്ള ചേച്ചി വളർത്തുന്നതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അതായത് പല രീതിക്കായിട്ടാണ് ഫാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരിടത്ത് നിറയെ മുട്ടക്കോഴികളെ നമുക്ക് കാണാൻ പറ്റും. ഇത് കരിങ്കോഴികളെ വളർത്തുന്നതാണ്. ഈ കൂടും അതോടൊപ്പം തന്നെ അവർക്ക് കയറിപ്പോകാനുള്ള രീതിക്ക് ആ പടിയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കൂട്ടിൽ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കോഴി കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. കരിങ്കോഴിയുടെ മുട്ട അത്യാവശ്യം നല്ല ഡിമാൻഡും നല്ല വിലയും കിട്ടുന്നതാണ്. നിങ്ങളൊരു 10 കരിങ്കോഴി വളർത്തിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു വരുമാന മാർഗം ഒരു മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. കോഴി വളർത്തൽ മിക്ക ആൾക്കാരും, അതായത് എസ്പെഷ്യലി വീട്ടമ്മമാരെ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം അത് തന്നെയായിരിക്കും. വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോഴിക്കൂടിനുള്ളിൽ ഈർപ്പം കൂടാൻ പാടില്ല. കാരണം ഈർപ്പം കൂടുമ്പോൾ കോഴികൾക്ക് അസുഖം പിടിപെടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം തന്നെ സ്മെല്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അറുക്കപ്പടി പോലുള്ള കാര്യങ്ങൾ കോഴിക്കൂട്ടിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ കോഴിക്കൂട് നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. ഇതാ നോക്കൂ, എന്ത് രസമാണല്ലേ കോഴിക്കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ കോഴികളൊക്കെ ഇങ്ങനെ പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. ഇന്ന് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കാത്ത കാഴ്ചകൾ കൂടെയാണ്. ഞാൻ പോയിട്ടുണ്ടായിരുന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. പ്ലാൻ ഹണ്ടിങ് എന്നൊരു ഐഡിയ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ താഴോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഭയങ്കര കാടായിരുന്നു. അവിടെ പ്ലാന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു പ്ലാന്റൊക്കെയാണ്. അതൊക്കെ നമുക്കറിയാമല്ലോ, കുറച്ച് അലർജിക് പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കുന്നതാണ്. സോ അതുകൊണ്ട് ഞാനത് പറിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിവിടെ ഇങ്ങനെ വിറകുകൾ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ പറ്റും കേട്ടോ. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കോഴിക്കൂടുകളും കോഴികളിങ്ങനെ നടന്നു പോകുന്നതും. എത്ര മനോഹരമായ ഗ്രാമീണ കാഴ്ചകൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ടാറ്റാ.